വെൽക്കം ടു എസ്റ്റെക് കമ്പ്യൂട്ടർ അക്കാഡമി. നമ്മളിന്ന് മൂന്നാമത്തെ എക്സൽ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത് സെൽ റെഫറൻസസ് നോക്കണം. അപ്പോൾ സെൽ റെഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സെല്ലിലെ ആക്ച്വൽ റെഫറൻസ്, ആബ്സല്യൂട്ട് റെഫറൻസ് എന്ന് മെയിൻ കാറ്റഗറൈസേഷൻ കാണാൻ പറ്റും. ഇതിൽ തന്നെ ആബ്സല്യൂട്ട് തന്നെ റോ ആബ്സല്യൂട്ടും കോളം ആബ്സല്യൂട്ടും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ റോ ലോക്കിംഗ് അല്ലെങ്കിൽ കോളം ലോക്കിംഗ് എന്നുള്ളതാണ് വരുന്നത്. അത് നമ്മുടെ പ്രോഗ്രാമിങ്ങിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നീട് വരുന്നത് ടെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ഫങ്ഷൻസിൽ എവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ദെൻ ഡേറ്റ് ഫങ്ഷൻസ്. ഈ 3 ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. വിൻഡോസ് കീ 6 പ്രസ് ചെയ്തതിന് ശേഷം എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഓപ്പൺ ചെയ്തു. ഓക്കെ, ഷീറ്റിൻ്റെ പേരെന്നുള്ളത് ഞാൻ സെൽ റെഫറൻസസ് ആയിട്ട് റീനെയിം ചെയ്യുകയാണ്. ഷീറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൽ റെഫറൻസ് എന്നുള്ള രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. ഇനി സെൽ റെഫറൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സെൽ അടിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്താണ്? A1 എന്നാണ് അല്ലേ? കോളൻ നെയിം ആൻഡ് റോ നെയിമാണ്. അപ്പോൾ ആ ഒരു പേര് പറയുന്നതിന് നമ്മൾ പറയുന്നത് ആക്ച്വൽ റെഫറൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആക്ച്വൽ റെഫറൻസ് എന്ന് പറയുന്നത് അഡ്രസ്സ് പറയുമ്പോൾ സെല്ലിൻ്റെ സാധാരണ രീതിയിലാണ്. അതായത് സെൽ അഡ്രസ്സ് നമ്മൾ സാധാരണ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ C1 ആകാം, C10 ആകാം, ഏതാണെന്ന് വെച്ചാൽ ആ ഒരു അഡ്രസ്സ് പറയുന്നതാണ് ആക്ച്വൽ റെഫറൻസ് പറയുന്നത്. ദെൻ ആബ്സല്യൂട്ട് റെഫറൻസ്. ആബ്സല്യൂട്ട് റെഫറൻസ് 2 തരത്തിലുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. അവിടെ റോ ആബ്സല്യൂട്ട് ഉണ്ട്, ദെൻ കോളം ആബ്സല്യൂട്ട് ഉണ്ട്. രണ്ട് തരത്തിലാണ് പറയുന്നത്. ഈ റോ ആബ്സല്യൂട്ട് എന്നുള്ളത് നമ്മൾ റോയിനെ ലോക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെ പറയുമ്പോൾ റോ നമ്പർ എന്നുള്ളത് 1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 1നെ ലോക്ക് ചെയ്യണം. 1നെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ $1 എന്ന് വരണം. ഇതാണ് റോ ആബ്സല്യൂട്ട്. ഇവിടെ റോ ലോക്കിംഗ് ആണ് പറയാം. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റോ ലോക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദെൻ കോളം ആബ്സല്യൂട്ട് ആകുമ്പോൾ കോളത്തിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ കോളത്തിന് മുമ്പായിട്ടൊരു $സിമ്പിൾ ഇട്ടാൽ അത് ലോക്കായിട്ട് മാറും. അപ്പോൾ ഇത് ശരിക്കും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോളം ലോക്ക് എന്ന് തന്നെ പറയാം. പിന്നീട് ഫുള്ളി ആബ്സല്യൂട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ പറയുന്നതിന് ആബ്സല്യൂട്ട് റെഫറൻസ് നമ്മൾ സിംപ്ലി പറയുന്നതാണെങ്കിൽ ഫുള്ളി ആബ്സല്യൂട്ട് തന്നെയാണ് വരുന്നത്. ആബ്സല്യൂട്ട് ഇതിൽ വരുമ്പോൾ രണ്ടും ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. അതായത് കോളം എന്നുള്ളതും ലോക്ക് ചെയ്തിട്ടുണ്ടാവണം, റോ എന്നുള്ളതും ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ബോത്ത് ആർ ലോക്ക്ഡ് അല്ലേ? ബോത്ത് റോ ആൻഡ് കോളം ലോക്ക്ഡ് ആണ്. രണ്ടും ലോക്ക്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഇതൊന്ന് സേവ് ചെയ്യാം. ക്ലാസ് 3 എന്നുള്ള പേരിൽ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയാണ്. ഇനി ലോക്കിംഗ് എവിടെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ആദ്യം ഇവിടെ ഞാനൊരു നമ്പർ വെറുതെ ടൈപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് 5 എന്നുള്ള നമ്പർ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുകയാണ്. 1 to 10 ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 2 നമ്പേഴ്സ് എടുക്കാം. രണ്ട് സെല്ലും നമുക്ക് ഇതേ രീതിയിലുള്ള കർസർ വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ദെൻ റൈറ്റ് സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ ഫില്ലിംഗ് എന്നുള്ള കൺസെപ്റ്റ് വരും. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അത്രയും വെച്ചിട്ട് ആഡ് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു 10 വരെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്പേഴ്സ് എന്നുള്ളത് 1 to 10 എന്ന് വന്നിട്ടുണ്ട്. എനിക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് 5ൻ്റെ മൾട്ടിപ്പിൾസ് വേണം. ദാറ്റ് മീൻസ് ഇവിടെ ഈക്വൽസ് 1 into അല്ലേ 5. ഇങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ F1 എന്നുള്ള സെല്ലാണ് 1 എന്നുള്ളത്, ആൻഡ് E1 എന്നുള്ള സെല്ല് 5 ഉണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്തു. നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഓട്ടോ ഫിൽ ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇത് ഓട്ടോ ഫില്ലായിട്ട് മാറിക്കൊള്ളും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ആൻസർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസറല്ല കിട്ടുന്നത്. കാരണം ഇതിൻ്റെ ആക്ച്വൽ റെഫറൻസിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് E1 into F1 എന്നുള്ള കറക്റ്റാണ്. ദെൻ ഇവിടെ നോക്കിക്കണ്ടേ, ഇവിടെ നമുക്ക് F2 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ E2 ഒന്നും മാറാൻ പാടില്ല, അത് E1 തന്നെ ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഏത്
സെൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ റോ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. കാരണം നമ്മൾ ഡ്രാഗ് ചെയ്തിരിക്കുന്നത് താഴേക്കാണ് ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് റോ നമ്പർ മാത്രമേ മാറത്തുള്ളൂ. കോളം എന്നുള്ളത് എഫും ഇയും അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇവിടെ എഫിൻ്റെ റോ നമ്പർ മാറണം, കാരണം അവിടെ 1 2 3 എന്നുള്ള നമ്പേഴ്സാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന E1ൻ്റെ 1 എന്നുള്ളത് മാറാൻ പാടില്ല. അപ്പോൾ അതിന് മുമ്പ് അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോളർ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റോ ലോക്ക് ചെയ്യുന്നതായിട്ട് മാറും, അല്ലെങ്കിൽ റോ അബ്സല്യൂട്ടായിട്ട് മാറി. എൻ്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണല്ലേ, കാരണം അവിടെ നമ്മൾ റോ എന്നുള്ളത് ചേഞ്ച് ചെയ്യാതെ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ ഏതിലാണെന്നുണ്ടെങ്കിലും കണ്ടോ, അവിടെ ഈ $1 തന്നെയാണ്. എഫിൻ്റെ 4 മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എഫ് കോളത്തിലെ റോ നമ്പർ മാറുന്നുണ്ട്, പക്ഷേ ഈ കോളത്തിലെ റോ നമ്പർ മാറുന്നില്ല. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇത് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ സൈഡിലേക്കാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ സെയിം തന്നെ ഞാൻ സൈഡ് ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 2 എന്ന് ടൈപ്പ് ചെയ്തു, രണ്ടും കൂടി സെലക്ട് ചെയ്തു, സൈഡിലേക്ക് സെലക്ട് ചെയ്തു, 10 വരെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ താഴെയായിട്ട് 5ൻ്റെ മൾട്ടിപ്പിൾസ് താഴെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 1 × 5 എന്നുള്ള എടുത്തു അല്ലേ. ഇവിടുത്തെ നമ്മൾ ഇതിനെ താഴേക്ക് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആൻസർ തെറ്റാണ്. കാരണം ഇവിടെ നോക്കുമ്പോൾ D12 ഏതാണ്? ഇതാണ് അല്ലേ. D11 എന്നുള്ളത് 5 ആണ്. അപ്പോൾ D12 എന്നുള്ളത് നമുക്ക് അടുത്തതാകുമ്പോൾ E12 എന്നായിട്ട് മാറും. ഇത് കറക്റ്റാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന E11 എന്നല്ല, നമുക്കിവിടെ വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന D11 തന്നെ എപ്പോഴും ആയിരിക്കണം അല്ലേ. ഈ സെല്ല് എപ്പോഴും ചേഞ്ച് ആവാതിരിക്കണം. അപ്പോൾ ഇവിടെ D11 മാത്രം നോക്കുക. D11 എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ E11 ആയിട്ട് മാറി, F11 ആയിട്ട് മാറി. അവിടെ കോളമാണ് ചേഞ്ച് ചെയ്യുന്നത്, കാരണം റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിക്ക് മുമ്പായിട്ട് ഒരു ഡോളർ സിമ്പിൾ ഇടുകയാണെങ്കിൽ നമ്മൾ കോളം ലോക്കായിട്ട് കാണാം. അതിനുശേഷം ഇതിനെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ ഇവിടെ കറക്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കോളം ലോക്ക് ചെയ്ത് വെക്കുക, കാരണം റോ ചേഞ്ച് ആവുന്നില്ല, സെയിം റോവിൽ തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഏതൊരു സെല്ലെടുത്ത് നോക്കിയാണെങ്കിലും ആ ഒരു ഡി എന്നുള്ളത് എല്ലായിടത്തും സെയിം ആയിട്ട് കാണാം. ഇവിടെ ഡി എന്നുള്ളത് മാറിയിട്ടില്ല. പിന്നെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റോ നമ്പറിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ കോളം മാത്രം ലോക്ക് ചെയ്താൽ മതി. ഇനി നമ്മളുടെ ഈ രണ്ട് സിറ്റുവേഷനിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിൻ്റെ കൂടി ലോക്ക് ചെയ്താലും തെറ്റൊന്നുമില്ല. അപ്പോൾ അതും രണ്ടിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈക്വൽസ് 1 × സെലക്ട് ചെയ്യേണ്ട 5 ആണ്. 5നെ ഫുള്ളി ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇക്ക് മുമ്പും 1ന് മുമ്പും ഡോളർ സിമ്പിൾ ഇടണം. ഇതിന് ഷോർട്ട് കീ ആയിട്ട് വരുന്നത് F4 എന്നുള്ള കീ ആണ്. അപ്പോൾ നമ്മൾ F4 എന്നുള്ള കീ ഒരു തവണ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ലോക്ക്ഡ് ആയിട്ട് കാണാം. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോ മാത്രം ലോക്ക് ചെയ്യുന്നതായിട്ട് കാണാം, പിന്നീട് കോളം മാത്രമായിട്ട് പിന്നെ ലോക്കിങ് കളയുന്നതായിട്ട് കാണാം. അപ്പോൾ F4 എന്നുള്ള കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ലോക്കിങ്ങിനെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഷോർട്ട് കീ ആയിട്ടാണ് F4 എന്നുള്ള കീ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ കീയിൽ F4 എന്നുള്ള കീ കേട്ടോ, F4 എന്നുള്ള കീ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ലോക്കിംഗ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോക്കിംഗ് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന F4 എന്നുള്ള കീ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കീ എന്നുള്ളത് ഓർത്ത് വെക്കുക, എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ദെൻ ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി റോ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോളം ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ, എങ്കിലും വർക്ക് ചെയ്യുന്നത് കറക്റ്റാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ 1 × 5 സെലക്ട് ചെയ്തു. 5നെ നമുക്ക് ലോക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന F4 എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റാണ്. ഇവിടെ ഫുള്ളി ലോക്ക്ഡാണ്, പക്ഷേ ഫുള്ളി ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യണം. ഈ സിറ്റുവേഷനിൽ നമുക്ക് ഫുള്ളി ലോക്ക്ഡ് തന്നെ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ലോക്കിങ്ങിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു ഷീറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ സെൽ റെഫറൻസിൻ്റെ എക്സാമ്പിൾ എന്ന രീതിയിൽ സെൽ റെഫറൻസ് എക്സാമ്പിൾ തന്നെ എഴുതി കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ ഡാറ്റ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽ റെഫറൻസിന് ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് സ്റ്റോക്ക് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ഓടിക്കുകയാണ്. അപ്പോൾ
പ്രൊഡക്റ്റിൻ്റെ പേരെന്താണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും റാൻഡം പ്രൊഡക്ട്സുകൾ ടൈപ്പ് ചെയ്താൽ മതി. യൂണിറ്റ് പ്രൊഡക്റ്റ് ഇതിന് നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി INR-യിലാണ് കാണുന്നത്, അതായത് ഇന്ത്യൻ റുപ്പീസിലാണ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് പ്രൈസ് എന്നുള്ളത് ഇവിടെ നമുക്ക് ന്യൂ ലൈൻ പ്രസ് ചെയ്യാനായിട്ട് Alt + Enter കീ പ്രസ് ചെയ്താൽ മതി കേട്ടോ, താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ടാപ്പ് ടെക്സ്റ്റ് ഓൺ ചെയ്താലും കറക്റ്റാണ്. അപ്പോൾ Alt Enter കീ എന്നുള്ളത് തുല്യമായിട്ട് മാറും. ഇവിടെ എല്ലായിടത്തും ഞാൻ യൂണിറ്റ് പ്രൈസ് തന്നെ നോക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് പ്രൈസ് എന്നുള്ളത് ഇന്ത്യൻ റുപ്പീസിലാണ്. രണ്ടാമത്തെ ഉദ്ദേശിക്കുന്നത് ഡോളറിലാണ് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ എന്നുള്ളത് ദിർഹത്തിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AED എന്നുള്ള രീതിയിൽ മാറ്റുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് അറിയണം അല്ലേ. അപ്പോൾ കൺവേർഷൻ റേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിനെ ബേസ് ചെയ്തിട്ടാണ് കൺവേർഷൻ റേറ്റ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ കൺവേർഷൻ റേറ്റ് പറയുന്നത് ഡോളറിൻ്റെ കൺവേർഷൻ റേറ്റ് 73 ആണെന്ന് കരുതുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് റേറ്റ് അനുസരിച്ച് കറക്റ്റാണ്. ദെൻ AED-യുടെ അല്ലെങ്കിൽ DHS-ൻ്റെ ദിർഹത്തിൻ്റെ റേറ്റ് എന്നുള്ളത് 20 ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഇത് എന്നുള്ളത് നമ്മൾ റേറ്റ് ടേബിൾ എന്നുള്ളത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫയലുകൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി കുറച്ച് പ്രൊഡക്റ്റുകൾ ഇവിടെ എൻ്റർ ചെയ്യണം. എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നമുക്ക് എൻ്റർ ചെയ്ത് വെക്കാം. ഇവിടെ ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സിൻ്റെത് മാത്രം എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓർത്തിരിക്കുക എളുപ്പത്തിന് വേണ്ടി. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, മാംഗോ. ഓക്കെ, ഇതാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ആപ്പിളിന് 120 റുപ്പീസാണെന്ന് കരുതുക. ഓറഞ്ചിന് എന്നുള്ളത് ഒരു 90 റുപ്പീസാണെന്ന് കരുതുക. ഗ്രേപ്സിന് ഒരു 80 റുപ്പീസ് കണക്കാക്കുകയാണ്. മാംഗോക്ക് ഒരു 110 എന്നുള്ള കണക്കാക്കുകയാണ്. അപ്പോൾ ഈ ഓൾറെഡി ഇന്നത്തെ കറണ്ട് റേറ്റാണ് ഇതാണെന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വെക്കുകയാണ്. ജസ്റ്റ് ഫോർമാറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഡോളറിൻ്റെ പ്രൈസ് ആണല്ലേ. അപ്പോൾ ഡോളർ ആകുമ്പോൾ ഓൾറെഡി ഇവിടെ 73 എന്നുള്ള റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 120/ഡോളർ റേറ്റ് എടുക്കുക. അപ്പോൾ ഈ ഡോളറിലുള്ള പ്രൈസ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ 120/20 എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 120/ഡോളർ ഇവിടെ നമ്മൾ ഒരു തവണ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നമുക്ക് രണ്ടായിട്ട് ഫംഗ്ഷൻ എഴുതിയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതിന് പകരം ഒറ്റ ലൈനിൽ ഇതുപോലെ എഴുതാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കിയാണ്. അപ്പോൾ അങ്ങനെ നോക്കാം. ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഡോളർ പ്രൈസാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ 120 എന്നുള്ളത് എടുത്തു. ഈ 120 എന്നുള്ളത് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ആവണം ശരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ഓറഞ്ചിൻ്റെ പ്രൈസ് ആവണം, ഗ്രേപ്സിൻ്റെ പ്രൈസ് ആവണം, മാംഗോയുടെ പ്രൈസ് ആവണം. പക്ഷേ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ B എന്നുള്ളത് മാറാൻ പാടില്ല. അപ്പോൾ 2 മാത്രമേ ചേഞ്ച് ചെയ്യുന്ന അലൗഡ് ഉള്ളൂ. B എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ഞാനവിടെ F4 എന്നുള്ള കീ വെച്ചിട്ട് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ബീനെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. എനിക്ക് റോയിനെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം പ്രസ് ചെയ്തു. തേർഡ് ടൈം ആയപ്പോൾ അല്ലേ ബീനെ ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തത് മാറാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേസമയത്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ എന്നുള്ളത് ഓറഞ്ചായിട്ട് മാറിയിട്ടുണ്ടാവണം, ഓറഞ്ചിൻ്റെ പ്രൈസായിട്ട് മാറിയിട്ടുണ്ടാവണം. അതുകൊണ്ട് എനിക്ക് റോ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഡിവൈഡ് ബൈ ഇവിടെ ഡോളറിൻ്റെ പ്രൈസ് വരണം അല്ലേ. ഇനി ഈ ഡോളറിൻ്റെ പ്രൈസ് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഡോളറിൻ്റെ പ്രൈസ് മാറാൻ പാടില്ല. കാരണം ഡോളർ എന്നുള്ളത് അവിടെ തന്നെ നിൽക്കണം.
പക്ഷേ സൈഡിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ പ്രൈസിന് പകരം അവിടെ എയ്ഡിയുടെ പ്രൈസാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻ എനിക്ക് സൈഡ് വൈസ് ഡ്രാഗ് ചെയ്യാൻ പറ്റണം, താഴേക്കെന്നുള്ളത് ലോക്കായിരിക്കണം. അപ്പോൾ FR വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റോ എന്ന് ലോക്ക് ചെയ്യുകയാണ്. കറക്റ്റ് അല്ലേ? കാരണം നമ്മൾ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ AD ആണുള്ളത്. അപ്പോൾ 73ക്ക് പകരം 20 എന്നുള്ളത് വരണം. ആൻഡ് അഗെയിൻ താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 73 എന്നുള്ളത് മാറാൻ പാടില്ല, അതുപോലെ 20 എന്നുള്ളതും മാറാൻ പാടില്ല. ഇപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ശരിയാവുമോ എന്നുള്ളത്. ആദ്യം ഞാൻ റൈറ്റ് സൈഡിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തു, ദെൻ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു. നമ്മുടെ ഫോർമുല ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 120/73 കറക്റ്റാണ്. ഇവിടെ അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ 90/73 കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏത് സെൽ എടുത്താണെങ്കിലും 110/73 കറക്റ്റാണ്. ഇനി ADയുടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? /ADയുടെ വാല്യൂ വരണം അല്ലേ? കറക്റ്റ് അല്ലേ? 120/20 എന്നുള്ളത്. ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് സെൽ എടുക്കുകയാണ് 120 അല്ലേ? ഇവിടെ 80/20. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം കറക്റ്റാണ്. ഒറ്റ തവണ ഫംഗ്ഷൻ എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു വലിയ ഡാറ്റ ഷീറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എളുപ്പത്തിന് അത് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒറ്റ തവണ ഫംഗ്ഷൻ എഴുതി റൈറ്റ് സൈഡിലേക്ക് താഴേക്കും ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോക്കിംഗ് എക്സാക്റ്റ് റോ ലോക്കിങ്ങും വേണം, കോളം ലോക്കിങ്ങും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവണം അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് പ്രൈസ് അത് സെയിം കോളത്തിലാണ്, റോ വൈസ് ചേഞ്ചിങ് ആണ്, അതുകൊണ്ട് റോ ലോക്കിംഗ് പാടില്ല. രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ ഈ ഡോളറിൻ്റെ ADയുടെ വാല്യൂ എഴുതിയിരിക്കുന്നത് കോളം വൈസ് ചേഞ്ച് ആവണം, പക്ഷേ റോ വൈസ് ചേഞ്ച് ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഏത് ലോക്കിംഗ് വേണമെന്നുള്ളത് നമ്മുടെ ആ പ്രോഗ്രാമിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, നമ്മളുടെ ഡാറ്റാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഫുള്ളി ലോക്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരാം, ആ രീതിയിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ലോക്കിംഗ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്.